ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 2ാം ക്ലാസ്സിൻ്റെ കിതാബത്ത് 2025 നടന്ന ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതുപോലെ വരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം നോക്കി എഴുതാനാണ്. ഇത് നോക്കിയിട്ട് ഇതുപോലെ ഇവിടേക്ക് പകർത്തി എഴുതാനാണ്. ബിസ്മില്ലാഹി, അപ്പോൾ അതുപോലെ എഴുതാം. പിന്നെ ഇലൽ മസ്ജിദി അതും എഴുതാം. നിസ്ഫുൽ ഈമാൻ പകർത്തി എഴുതാം. അടുത്തതോ അസ്സലാമു അലൈക്കും, അതും അതുപോലെ പകർത്തി എഴുതുക, വൃത്തിയിൽ എഴുതുക. എഴുത്തിൻ്റെ ഭംഗിയൊക്കെ പരിഗണിച്ചാണ് നമുക്ക് 4നും 3 മാർക്ക് വെച്ചിട്ടാണ് 12 മാർക്ക് കിട്ടും. ഇനി ക്രമത്തിലാക്കാനാണ്. ഇവിടെ ഓർഡർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതാണ്. അപ്പം അത് ഓർഡർ ആക്കിയിട്ട് ഇവിടെയൊക്കെ എഴുതി കൊടുക്കണം. പിന്നെ എന്താണ് വ അലല്ലാഹി റബ്ബിന തവക്കൽന, വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്നത് നമുക്ക് ശരിയാക്കി എഴുതണം. ഇനിയോ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അടുത്തതോ ഹയ്യാ നദ്ഹബു, ഹയ്യാ നദ്ഹബു ഇലൽ ഫസ്ലി, ഹയ്യാ നദ്ഹബു ഇലൽ ഫസ്ലി. ഇതുപോലെ നമ്മൾ ആ പാട്ടിലുള്ള മറ്റു ലൈനുകളും പാഠത്തിൻ്റെ അടിയിൽ വരുന്ന അറബിയൊക്കെ ഇതുപോലെ വന്ന് നമുക്ക് എഴുതി നേരാക്കി കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതൊക്കെ പാഠഭാഗത്തു നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി പഠിക്കരുത് കേട്ടോ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. അല്ലാ അല്ലാ അല്ലാഹു നമ്മുടെ റബ്ബാണ് അല്ലാഹു. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അല്ലാ അല്ലാ അല്ലാഹു നമ്മുടെ റബ്ബാണ് അല്ലാഹു. അപ്പോൾ ഇവിടെ റബ്ബാണ് എന്ന് പൂർത്തിയാക്കി കൊടുക്കണം. ഇതുപോലെ നമുക്ക് പാഠഭാഗത്തിലെ മറ്റു വരികൾ വന്നാൽ നമുക്ക് ഇതുപോലെ വിട്ട ഭാഗം എഴുതാൻ കഴിയണം. വലൈക്കും മുസ്സലാം വ റഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ വറഹ്മത്തുള്ളാഹി എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കാം. അടുത്തതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയുടെ ഡാഷ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ്? റസൂലാണെന്ന്. അപ്പോൾ ഇവിടെ റസൂൽ എന്ന് എഴുതാം. റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്കവിടെ പൂർത്തിയാക്കി കൊടുക്കാം. ലാ ഹൗലാന്ന്. അടുത്തതിനാ റബ്ബി ഇർസുഖ്ന, എന്താണ്? എൻ്റെ രക്ഷിതാവ് നമുക്ക് എന്താണ് ഡാഷ് തരുന്നു. എന്താണ്? ഭക്ഷണം തരുന്നു. എൻ്റെ രക്ഷിതാവ് നമുക്ക് ഇർസുഖ്ന ഭക്ഷണം തരുന്നു. അങ്ങനെ പൂർത്തിയാക്കാം. ഇനി പദങ്ങൾ നിർമ്മിക്കാനാണ്. ഇവിടെ പാ നീട്ടാനുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതിയ കൊടുക്കാം? പാട്ട്, പാട്ട്, പാടി എന്നൊക്കെ എഴുതി കൊടുക്കാം. ഇനിയോ എന്താണ്? ചോദ്യം, ചോദ്യം, ചോറ്, ചോര. ഇങ്ങനെ ഏത് വേർഡ്സും നമുക്ക് ഈ അക്ഷരം കൊണ്ട് എഴുതാം അല്ലേ. എഴുതാം. അടുത്തതാ സ്വ വെച്ചിട്ട് എന്താണ്? സ്വർഗം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വർഗം. അങ്ങനെ എഴുതാം. അടുത്ത അക്ഷരം ഞാ വെച്ചിട്ടോ ഞങ്ങൾ, ഞണ്ട്. അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. ഇനിയോ ഓ വെച്ചിട്ട് എന്താണ്? ഒരുമ, ഒന്ന്, ഒച്ച. അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു വേർഡ്സ് അവിടെ എഴുതി കൊടുക്കലാണ്. അപ്പോൾ ഇത് തന്നെ വരൂല. നമ്മൾ പഠിച്ച മറ്റ് അറബി മലയാള അക്ഷരങ്ങളും അറബി അക്ഷരങ്ങളും ഒക്കെ വരാം. മനസ്സിലായില്ലേ? നമുക്ക് എഴുതാൻ കഴിയണം. അതൊക്കെ വെച്ചിട്ട് കേട്ടോ. ഇനി ഹർക്കത്തുകൾ നൽകി കൊടുക്കണം. ഇവിടെ എന്താണ് തന്നതെന്ന് നമുക്ക് ആദ്യം വായിക്കാൻ കഴിഞ്ഞാലാണ് അതിന് ഏതാ ഹർക്കത്ത് എന്ന് വേണ്ടത്. മിഫ്താഹുൽ ജന്നത്തി സ്വലാ, മിഫ്താഹുൽ ജന്നത്തി സ്വലാ അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിന് മിഫ് താ ഹുൽ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് ഹർക്കത്തിടാൻ കുട്ടിക്ക് കഴിയണം. ഇനി അന മിനൽ മുസ്ലിമീൻ, അന മിനൽ മുസ്ലിമീൻ. അടുത്തതോ
ഇലാ ഐന അൻത, ഇലാ ഐന അൻത. അടുത്തതാ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഇർഹമു മൻഫിൽ അർൾ, ഇർഹമു മൻഫിൽ അർൾ, ഇർഹമു മൻഫിൽ അർൾ. ഇനി ശരിയായത് എടുത്ത് എഴുതി കൊടുക്കണം അവിടേക്ക്. ഇവിടെ 3 രീതിയിൽ പഠിച്ചു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതാണ്? പഠിച്ചു, ഇതാണ് ശരിയായത്. അപ്പോൾ നമുക്കത് ഇവിടേക്ക് എടുത്ത് എഴുതാം. ഇനി അടുത്തതാ സമാധാനം. സമാധാനം എന്നത് ധാ, ഈ ധാ ആണ് വരിക അല്ലേ? അപ്പോൾ ഇതാണ് ശരിയായത്, ഇതെടുത്ത് എഴുതാം. ഇനിയാ റഹ്മത്ത്, റഹ്മത്തിന് താ അവസാനത്തിൽ വരുന്നത് ഈ രീതിയിലാണ്, ഹ അതൊക്കെ മനസ്സിലാക്കണം. റഹ്മത്ത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വരുന്ന സ്വർഗം, സൃഷ്ടിച്ചു, അങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകളൊക്കെ പാഠഭാഗത്തിൽ നമ്മൾ പാഠഭാഗത്തിൻ്റെ റിവിഷനിലും മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് ശരിയായത് എടുത്ത് എഴുതാൻ കഴിയുള്ളൂ. അടുത്ത ഇനി വാചകം നിർമ്മിക്കാനാണ്. ഇവിടെ കൊടുത്തു എന്ന വാക്ക് അതിൽ വരണം. എന്താണ്? ഞാൻ ബുക്ക് കൊടുത്തു, ഞാൻ ബുക്ക് കൊടുത്തു എന്ന് എഴുതാം. മനസ്സിലായില്ല? ഇനിയോ ഇവിടെ ഞാൻ എന്നുണ്ട്, ഞാൻ വീട്ടിലെത്തി, ഞാൻ വീട്ടിലെത്തി. എൻ്റെ പേന, എൻ്റെ ബുക്ക്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും എഴുതാം. പിന്നെ സന്ദർശിച്ചു, ഉമ്മയെ സന്ദർശിച്ചു, കൂട്ടുകാരെ സന്ദർശിച്ചു, അങ്ങനെ എഴുതാൻ കഴിയണം. ഇനി ആ കഴുകി, എന്താണ്? മുഖം കഴുകി, മുഖം കഴുകി, അങ്ങനെ എഴുതി കൊടുക്കാൻ കഴിയണം. ഏത് വേർഡ്സ് വന്നാലും അത് വാചകം നിർമ്മിക്കണം. അപ്പോൾ അത് ആ വേർഡ്സ് അതിൽ വരണം. അങ്ങനെ നമ്മൾ കുട്ടികളെ ഓരോ വാചകങ്ങൾ കൊടുത്തിട്ട് പരിശീലിപ്പിക്കണം. മനസ്സിലായില്ലേ? കണ്ടു, കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാരെ കണ്ടു, ഉമ്മയെ കണ്ടു, ഉസ്താദിനെ കണ്ടു, അങ്ങനെയൊക്കെ കുട്ടി ഓരോ വേർഡ്സുകൾ ഇങ്ങനെ പറഞ്ഞു തരും നമുക്ക്. അപ്പം കുട്ടി എഴുതാനും പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഏത് വാചകം വന്നാലും എഴുതാനും കഴിയുള്ളൂ. അപ്പോൾ 2ാം ക്ലാസ്സിൽ നിന്ന് കുട്ടി ഇങ്ങനെ ഉണ്ടാക്കി എഴുതാനോ അക്ഷരങ്ങൾ ചേർത്ത് വേർഡ്സ് ആക്കാനോ വേർഡ്സുകൾ ചേർത്തിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ കുട്ടി മനസ്സിലാക്കി പഠിച്ചിരിക്കണം. അപ്പോഴാണ് വരും ക്ലാസ്സിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാതെ എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 2 മാസത്തെ ട്യൂഷൻ കൊടുത്താൽ അത് ശരിയാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ എക്സാം ആകുമ്പോഴേക്കും ശരിയാക്കി എടുക്കാം. നിങ്ങൾ എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കുട്ടികളുടെ ഭാവി നന്നാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു മോഡൽ ചോദ്യപേപ്പർ മാത്രമാണ്. അത് മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.